ഗയ്സ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട കട്ട്ലേറ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം കേട്ടോ ഗയ്സ്. 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു മുട്ട കട്ട്ലേറ്റ് ആണ് ഇത്. അപ്പോൾ ഗയ്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, കൂടെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ കാന്താരി മുളക് വെച്ച് ഒരു മുട്ട കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് 5 പുഴുങ്ങിയ മുട്ട, 1 മുറി തേങ്ങ, 3 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുട്ടയാണ് പുഴുങ്ങാത്തത്, 8 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 കഷ്ണം വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ട കാന്താരി പറിച്ചെടുക്കുകയാണ്. നല്ല എരിവുള്ള കാന്താരിയാണ്, വെള്ള കാന്താരിയാണിത്. കാന്താരിയാണ് നമ്മുടെ കട്ട്ലേറ്റിലെ സ്പെഷ്യൽ. ഇന്ന് ഒരു 6 കാന്താരി നമുക്കിതിൽ നിന്ന് പറിച്ചെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളിതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കണേണ്, അരച്ചെടുക്കണം. ഇത് മല്ലിയില, തേങ്ങ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. കട്ട്ലേറ്റിനുള്ള ചേരുവക നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഉണ്ണി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണ്, നന്നായി പൊടിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്കിട്ട് കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ളയുടെ ഉള്ളിലേക്ക് ഓരോ സ്പൂൺ വെച്ച് ആ ഫില്ലിങ് കറക്റ്റ് ആകുന്നത് പോലെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്കിതെല്ലാം വെച്ച് കൊടുക്കാം. മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഫില്ല് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾക്ക് വറുത്തെടുക്കാം. നന്നായി ഇത് അടിച്ചെടുക്കണം. ഒരു നുള്ള ഉപ്പ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഇതിൽ മുക്കി പൊരിക്കുന്നതാണ്. കട്ട്ലേറ്റ് വറുക്കാനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം എണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. ഇതുപോലെ നമുക്ക് ഒരു 5-6 ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതപ്പോൾ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നല്ല കാന്താരിയുടെ എരിവുണ്ടാകും. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 4 മണി പലഹാരത്തിന് പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, അടിപൊളിയായിട്ടുണ്ടാവും. ഇതെല്ലാം തിരിച്ച് മറിച്ചിട്ട് നല്ലോണം മുരിയിച്ചെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കട്ട്ലേറ്റ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല എരിവുണ്ടാകും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. 4 മണി ചായക്ക് പറ്റിയതാണ്. കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലിത് ഉണ്ടാക്കി എല്ലാവരും കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ നമ്മുടെ മുട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കാണാൻ നല്ല അടിപൊളിയാണ്, അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. അപ്പോൾ അടുത്ത കിടിലും വീഡിയോസൊക്കെ കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഫ്രണ്ട് സൈനിങ് ഔട്ട്.